VS ഇല്ലാത്ത ഒരു കേരളം അതെപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ മുന്നിൽ നിൽക്കുക. നമുക്കറിയാം ജനസാഗരമാണ് VSനെ ഒരു നോക്ക് കാണാൻ എത്തിയത്. അത് ഒരു പക്ഷേ CPM പാർട്ടിയോടുള്ള സ്നേഹമോ ബഹുമാനമോ ഒന്നുമല്ല, VSനോടുള്ള സ്നേഹമാണ്, VSനോടുള്ള ആരാധനയാണ്. അപ്പോൾ വീണ്ടും ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, VSന് ശേഷമുള്ള കേരളം, വരുന്ന തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഒരു കാലശേഷം ആ ഒരു തെരഞ്ഞെടുപ്പിനെ സാരമായി സ്വാധീനിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ പാർട്ടിക്ക് CPMന് ഇത് സ്വാധീനിക്കും. ഈ പഴയകാല നേതാക്കന്മാരെല്ലാം പോകുമ്പോഴും ഒരു ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ ശൂന്യത ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. AKGക്ക് ശേഷം പാവങ്ങളുടെ പടത്തലവനായിരുന്ന ശൂന്യത, EMSന് ശേഷം ആ ശൂന്യത ഒന്നുകൂടി വർദ്ധിച്ചു. ഇപ്പോൾ VSന് ശേഷവും. ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരുമില്ലാതാകുകയാണ്. കൂടി വന്നാൽ ഒരു P ജയരാജൻ ഉണ്ടാകും. P ജയരാജനും ഇതുപോലെ വലിയൊരു ജനപ്രീതി ഉണ്ടെന്നുള്ളത്. പക്ഷേ P ജയരാജൻ കൂടുതലും വടക്കോട്ടാണ് ആ ജനപ്രീതി ഉള്ളത്. കേരളമെമ്പാടും ഒരു ജനപ്രീതിയിലേക്ക് വരാൻ തുടങ്ങുമ്പോഴേക്ക് അതിനെ തല്ലിക്കെടുത്താൻ പലരും ഉണ്ടാകും. P ജയരാജൻ അങ്ങനെ തല്ലിക്കെടുത്തപ്പെട്ട ഒരു ഇരയാണെന്നുള്ളതാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇരുത്തിയത് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത്. ഒതുക്കാവുന്നതിൻ്റെ പല രീതിയിൽ ഒതുക്കുകയാണ്. VS ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 2016 പിന്നീട് 21 ഒക്കെ പലരും തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഓരോ മണ്ഡലത്തിലും CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ ഫ്ലെക്സിനോടൊപ്പം VSൻ്റെ പടവും കൂടി വെച്ചു. 2021 പിണറായി വിജയൻ്റെ പടം വയ്ക്കത്തില്ല കേട്ടോ. അത് നമ്മൾ അന്നേ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. 2016 VSൻ്റെ പടം വലുതായിട്ട് വെച്ച്, പടം മാത്രമല്ല ആ മണ്ഡലത്തിൽ VSനെ കൊണ്ടുവരിക. VSന് അത്രയും പ്രായമല്ലേ, എത്രയിടത്ത് ഓടി നടക്കാൻ, 140 മണ്ഡലങ്ങളിലും ഓടിയെത്തുക എന്ന് പറയുന്ന നടക്കമാണ്. 140 മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ ഒന്നിൽ കൂടുതലെടുത്ത് പ്രസംഗിക്കും. 140 മണ്ഡലങ്ങളിലും വെച്ച് കണക്ക് നോക്കുമ്പോൾ ഇത്രയധികം ഇടങ്ങളിൽ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ? എന്നാലും ഈ സ്ഥാനാർത്ഥികൾ, LDFലെ സ്ഥാനാർത്ഥികൾ മത്സരമായിരുന്നു VSനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. തൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിക്കണം. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലേക്കൊക്കെ VS എത്തുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനക്കൂട്ടമാണ്, ആർത്തിരമ്പുകയാണ്. ഈ കടൽ കയറി വരുന്നത് പോലെ. നമ്മൾ പറയത്തില്ലേ, അണക്കെട്ടിൻ്റെ ഷട്ടർ അങ്ങോട്ട് തുറന്നു വിട്ടാൽ വെള്ളം കുതിച്ച് ചാടി വരുന്നത് പോലെയാണ് VSൻ്റെ പ്രസംഗം കേൾക്കാൻ മലയോര മേഖലകളിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ ഒത്തുകൂടുന്നത്. അത് പാർട്ടി നോക്കത്തില്ല. കോൺഗ്രസ്സുകാരും വരും, BJPക്കാരും വരും. കാരണം VS പ്രസംഗിക്കുന്നു. VS പ്രസംഗിക്കുന്നത് വെറും വിടുവായിത്തമല്ല, കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പിന്നെ പ്രത്യേകിച്ച് ഈ സദസ്സിനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ ആകൃഷ്ടരാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗ രീതിയുണ്ട്. ശരിക്കും ഇന്നത്തെ CPMലെ ചില സാംസ്കാരിക നായകർ എന്നൊക്കെ പറഞ്ഞ് പുസ്തക പുഴുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ പുസ്തക ശേഖരങ്ങൾ നിരവധിയുള്ള, അധികമായിട്ട് പുസ്തകങ്ങൾ വായിച്ച് അത്രയും ജ്ഞാനമുള്ളവരെക്കാളും വെറും 7ാം ക്ലാസ്സുകാരനായ VSൻ്റെ പ്രസംഗം ഭയങ്കര സ്പഷ്ടമായിട്ടുള്ള വാക്കുകളും ദൃഢമായിട്ടുള്ള വാചകങ്ങളും ഒക്കെ. 18 വയസ്സെത്തുന്നതിന് മുമ്പ് തന്നെ പാർട്ടി അംഗത്വം സഖാവ് P കൃഷ്ണപിള്ള കൊടുത്തു. പ്രസ്ഥാനത്തിനകത്തെ ഒരു തീപ്പൊരിയായിട്ട് കണ്ടു എന്നുള്ളതാണ്. അവിടുത്തെ കയർ തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ചില്ലേ ആലപ്പുഴയിൽ. വലിയ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നൊക്കെയാണ് VS കയറി വന്നത്. 7ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് അറിയേണ്ടതായ കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ അദ്ദേഹം ജീവിതം കണ്ടു, ലോകം കണ്ടു. ഈ കയർ തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ചു കൊണ്ടുവരിക, അവരുടെ മുന്നിൽ പ്രസംഗിക്കുക, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒളിവിൽ പോകുന്നു, അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കഴിയുന്നു. മാത്രമല്ല അദ്ദേഹം ജീവിച്ച് വളർന്ന ചുറ്റുപാട് വരെ അത്രയ്ക്ക് ദാരിദ്ര്യമേറിയ, അല്ലെങ്കിൽ അമ്മയും അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ട, ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടത്. അതെ, ഭയങ്കരമായിട്ടുള്ള വലിയ ചുറ്റുപാടിൽ നിന്നുമാണ് അദ്ദേഹം കരകയറി തൊഴിലാളി പ്രസ്ഥാന നേതാവ് എന്നുള്ള രീതിയിൽ വന്നത്.
ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷമൊക്കെ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടം. ഇന്നത്തെയൊക്കെ പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങൾ എന്താണ്? പെട്ടെന്ന് ഇല്ല ഒരുമാതിരി നനഞ്ഞ പടക്കം പോലാണ് കത്തി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സമര പോരാട്ടം എന്നൊക്കെ പറയുന്നത് ഏതിനാണോ അദ്ദേഹം സമരം ചെയ്യുന്നത് അത് നേടിക്കൊണ്ടേ പിന്തിരിഞ്ഞു. ജനകീയ വിഷയങ്ങളുമായിട്ട് ആർക്കും അദ്ദേഹത്തെ സമീപിക്കാം. വിഷയം നന്നായിട്ട് VS മനസ്സിലാക്കും അവരിൽ നിന്ന് തന്നെ. എന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും എടുക്കും. ഓരോ വിഷയവും ഇപ്പം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. ഏറ്റവും തിരുവനന്തപുരത്തുള്ള മടവൂർപ്പാറ എന്നാണ്, കാട്ടായിക്കോണത്തിനടുത്തുള്ള ഒരു ഗുഹാക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. ഈ ഗുഹാക്ഷേത്രം ഒരു സ്വകാര്യ വ്യക്തിയിലേക്ക് ഇത് പോകുന്നു എന്ന് ആ പ്രദേശത്തുള്ളവർ മനസ്സിലാക്കിയിട്ട് അത് VSനെ അടുക്കൽ പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു. ഈ കയ്യേറ്റക്കാരെ മുഴുവൻ കയ്യാമും വെക്കണമെന്നുള്ള ആളാണ് VS. കയ്യേറ്റക്കാരെ കണ്ടുകൂടാ. കയ്യേറ്റക്കാർക്ക് പേടിയാണ് VS എന്ന് കേൾക്കുമ്പോഴേ. അപ്പം അങ്ങനെ അവിടെ തിരിച്ചു പിടിച്ചു. അതിനൊത്താശ ചെയ്ത ജീവനക്കാരെ മുഴുവൻ സസ്പെൻഷനിലാക്കുകയും ചെയ്തെന്നുള്ളതാണ്. മൂന്നാർ പോലുള്ള ഈ ജന്മിമാരുടെ ഇടയിലാണ് കയ്യേറ്റക്കാരുടെ ഒഴിപ്പിക്കാൻ വേണ്ടി VS പോയത്. കയ്യേറ്റക്കാർക്ക് മുഴുവൻ പേടിയാണ്, പരിസ്ഥിതിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പേടിയാണ്. അങ്ങനെ അതുപോലെ തന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർക്ക് VS എന്ന് പേടിയാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് KK രമയുടെ അടുത്ത് പോയത്. പാർട്ടിയെ പോലും ധിക്കരിച്ചുകൊണ്ടാണ് പോയത്. അത് TP ചന്ദ്രശേഖരനോടുള്ള ഒരു വലിയ ബന്ധമാണുള്ളത്. TP ചന്ദ്രശേഖരനെ തീർത്ത് കളയുമെന്ന് VSന് പോലും അറിയായിരുന്നു. VS തന്നെ അത് TP ചന്ദ്രശേഖരനോട് പറഞ്ഞതാണ്. അല്ല, KK രമ ഇന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കൊന്നതും കൊല്ലിച്ചതും പാർട്ടിയല്ല എന്നുള്ളത്. അപ്പം അതിൽ തന്നെ നിരവധി അർത്ഥങ്ങളുണ്ട്. മാത്രമല്ല അദ്ദേഹം കൊടുത്ത ഒരു പിന്തുണ കൊണ്ടാണ് അവർക്ക് മുന്നേറാൻ സാധിച്ചത്, അല്ലെങ്കിൽ തളർന്നു പോകുമായിരുന്നു എന്ന് KK രമ പറയുമ്പോൾ അവിടെ ഉണ്ട് VS എന്താണെന്നുള്ളത്. പാർട്ടിക്ക് തന്നെ ഒരു പ്രതിപക്ഷമായിരുന്നു VS, അല്ലേ? ഇത് ഇനിയിപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നം വരും. VSന്റെ ഫ്ലെക്സിൽ സ്ഥാനാർത്ഥികൾ VSന്റെ പടം വയ്ക്കും. നോക്കൂ, ധീരനായകൻ, സമരനായകൻ VS. അനുഭാവികൾ പോലും വോട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ആയിരിക്കും വെക്കാൻ പോകുന്നത്. നോക്കിക്കോ, ധീരനായകൻ, സമരനായകൻ വെട്ടിത്തെളിച്ച പാതയിലൂടെ ഞങ്ങളിതാ മുന്നേറുന്നു എന്ന് പറഞ്ഞ് VSന്റെ കൈ ഉയർത്തി നിൽക്കുന്ന പടവും വെച്ച് ഈ CPM, ഈ ഉളുപ്പില്ലാത്ത ഈ സ്ഥാനാർത്ഥികൾ അവരുടെ പടവും വെച്ചായിരിക്കും. അല്ല, അത് നേടിപ്പോയാനെ. ഇപ്പൊ EMSന്റെ കാലം, EK നയനാരുടെയൊക്കെ പടം വെച്ച് ഇവർ വോട്ടുകൾ ശേഖരിച്ചിരുന്നു. ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് പിന്തുണ ഇത്രത്തോളം ജനങ്ങൾ കൊടുക്കുന്നത്? കാരണം കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ആ പാർട്ടി അതിനകത്ത് കുത്തിത്തിരിപ്പുകളൊന്നും അങ്ങനെ ഇവർക്കെല്ലാം പുറമേ പറയും. പക്ഷെ അതല്ല VSനോട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചില ഇത്തരത്തിൽ VSനെ പോലുള്ള ചില നേതാക്കന്മാരോട് പാർട്ടി തന്നെ ചെയ്തിട്ടുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ വ്യക്തികളെ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു വോട്ട് പോലും CPM എന്ന പാർട്ടി നേടില്ല എന്നതാണ് എൻ്റെ ഒരു കണക്ക്.